ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞാ. അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങള് രണ്ടാളെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇനി കുറേ പണിയുണ്ട്, ചോറും കൂട്ടാനൊക്കെ അയക്കണേ. അപ്പം മക്കൾ ഇന്ന് കോഴിക്കോട് ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അപ്പോൾ ഓല് അങ്ങനെ പോയിക്കുക. അപ്പം നിങ്ങൾ വീഡിയോ എടുത്തോളിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയേനെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്പൊ നോക്കാം. പണി കഴിഞ്ഞപ്പോഴാണ് ഓല് പറയണത് വീഡിയോ എടുത്തോളി. അപ്പൊ ഇനി തിരുമ്പല് ഞാൻ വിചാരിച്ചിങ്ങനെ ആ ചെയ്യുമ്പോൾ ലക്ഷം തോലൊക്കെ വെക്കാണ്, തോർച്ചുണ്ടല്ലോ. അപ്പൊ ഇനി ഇതൊക്കെ കണ്ടോ, മടിയിൽ കുറേ തിരുമ്പാന്. ഇത് ഫുള്ള് തിരുമ്പാനാണ്. ഇനി നമുക്ക് വീഡിയോയിൽ കാണട്ടെ എന്തൊക്കെയാ ഞങ്ങളെ പണികളെന്നാണ്. തുണികൾ തിരുമ്പിയിട്ട് പണികളുണ്ട്. ആദ്യം ഇത് കുറച്ച് നേരം വെക്കട്ടെ. സോപ്പ് നമ്മൾ മോട്ടർ അടിച്ചട്ടെ. ഇവിടെ ഒരു ടാങ്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിക്ക് വെള്ളം നമ്മളെ പ്ലാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ രാത്രിയിൽ ഒരു ചക്ക വീണക്ക്. പൈത്ത ചക്ക കേട്ടാ, പൈത്തതാണ്. കഴിഞ്ഞ് മേലെ 2-3 മേലെ ഉണ്ട്. ഈ തോട്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ആ തോട്ടത്തിൽ കൂടെയാണ് ആന പോയത് കേട്ടോ, നമ്മളെ പെരൻ്റെ അടുത്ത് കൂടെ. പേടിയാണ്. നമ്മൾ തിരുമ്പാനും കുളിക്കാനൊക്കെ ഈ ടാങ്കിൽ നാട്ടെടുക്കൽ. നമ്മൾ സൈഡിൽ ഇതിങ്ങനെ അവിടെ ഇതിങ്ങനെ കുത്തി കൊടുക്കും. അപ്പം അത് അതിക്ക് വെള്ളം കയറും. തിരുമ്പാൻ നമുക്ക് ഇതിലങ്ങനെ ഒരു ഓസ് ഇട്ടിക്കാട്ടോ. ഈ ഓസൊക്കെ ഇട്ടതൊക്കെ ഞാനാണ് കണ്ടോ. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു ഓസ്. നമുക്ക് മോട്ടറും ഇതൊന്നും ഇല്ലല്ലോ. മോട്ടർ കിണറ്റുന്ന് ഉണ്ട്. നമുക്ക് തീരുമാനം കുറിച്ചാണെങ്കിൽ ഈ ഓസ് കൂടെ അങ്ങനെ പോകും. അത് ഒരു ഓസ് ഇങ്ങനെ ആ ഓസ് കൂടെ അങ്ങനെ കയറ്റത്ത് കൂടെ അങ്ങനെ കയറി അങ്ങോട്ടെത്തും. അവിടെ തിരുമ്പാനൊക്കെ അവിടെ ഒരു ഇത് തുറന്നാൽ മതി. കോഴിക്കളും എന്നാൽ വെയിലുണ്ട്, പോയി എന്തെങ്കിലും തിന്നട്ടെ എന്നില്ല വിചാരമൊന്നും ഓലിക്കില്ല. ഓലിങ്ങനെ കാലിൻ്റെ തൊട്ട് കൂടെ നടക്കാൻ. ഇവിടെ എന്നടാ അമ്മച്ചിൻ്റെ പൊന്നു എന്നാൻ. ഔ, ഈ പ്ലാവും തൈയില്ലേ, ഈ പ്ലാവും തൈക്കൊക്കെ ഇങ്ങനത്തെ കൊമ്പ് ഉമ്മ വെട്ടാൻ പോയതാണ്. എന്തോ ഈ കൊമ്പ് വെട്ടാൻ ഉമ്മ പോയപ്പോഴാണ് ഉമ്മാൻ്റെ മേത്ത് ഇത് എന്തോ ഒരു ചളുതിപ്പുഴുവോ എന്തോ ഒന്നായത്. അതവിടെ തോട്ടത്തിലുണ്ട്, അവിടെ പോയി നോക്കട്ടെ. പോകുമ്പോൾ മുന്നിൽ കൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. അല്ല മൂട് പോതിട്ടല്ലേ പോരല്ലേ, അതിനെ കൊണ്ടുപോകാൻ വെച്ചാൽ കൊണ്ടുപോകാൻ. ഞങ്ങളിത് വെട്ടി കൊണ്ട് ഞങ്ങൾ വലിച്ച് പോകട്ടെ. അപ്പം ഞങ്ങളത് വെട്ടിമ്മ കൊഴങ്ങിയില്ലേ? അവൻ്റെ അമ്മ കൊഴങ്ങീന. ഇതെന്താ അമ്മ? ബമ്പ്. എന്താ അറിയോ, ഇന്നാള് അതിന് കൊണ്ടുവന്നില്ലേ തലയൊക്കെ കണ്ടാക്കി അതേമാറ്റി. ഇന്നാളെന്തൊരു പ്രാങ്കിന് കൊണ്ടുവന്നില്ല. അതാണ് അതേ എൻ്റെ വലിയോനെ എന്ത് കേട്ടെന്നറിയാം. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ തിണ്ടമ്മി ജനൽക്കലൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇന്നലെ അന്തിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാ. ഞാൻ രാവിലെ നീച്ച് വരുമ്പോൾ കണ്ടാൽ പേടിച്ചൊക്കെ വെച്ചിങ്ങാണ്ട് നോക്കുന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനം അവിടെ ഒന്നുമുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളേ അതൊക്കെ വെട്ടൽ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടിക്കണേ മഞ്ഞൾ കോതുകയാണ്. കോതിയിട്ട് അതിൻ്റെ ഇല വല്ലാതെ പൊന്തിച്ചല്ലേ. പിന്നെ അമ്മ ഷീറ്റുമൊക്കൊന്നും തട്ടല്ലേ കേട്ടോ, കരുതിക്കൽ. ഞാൻ വാരിട്ടോളാം. നിങ്ങള് അപ്പൊ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇരുട്ടും കുത്തിയാണ് നിക്കണത്, പെയ്ത് വരുന്നുണ്ട്. ഈ മഴ പെജ്ജല്ലേ, ഏതായാലും മഴ തോരുമ്പത്തിന് വേഗം കുളിച്ചാലേ അമ്മ. അപ്പൊ ഞങ്ങളേ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ചോറുന്നട്ടെ. ചോറുന്നാൻ പോകമ്മ. ചിക്കൻ കറി ഉണ്ട്, പിന്നെ കാന്താരി മുളകുണ്ട്. നിങ്ങൾക്ക് മുളക് ഇട്ട കാന്താരി? പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ചീവീടിനെ. ചീവീട് പറഞ്ഞാല് ഈ മരത്തുമ്പോ ഇങ്ങനെ കിരികിരി അറിയും, ഭയങ്കര സൗണ്ട് ഈക്കാരം. ഞങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഒക്കെ ഇതിന്റെ
ഇതിന്റെ സൗണ്ട് ആയിട്ട് വെയ്ക്കൂല കൊറേ നേരം ഇതിന്റെ ഒച്ച ഉണ്ടാകാതെ എത്ര നേരമാണ് അത് ഉണ്ടാകുക. അതില് ഞങ്ങൾ എന്ത് കെട്ടി അറിയോ, ഇന്നലെ എന്റെ വല്യോനെ ഒരു ചീവീടിനെ കെട്ടീന്, അതിനെ കുപ്പിയിലിട്ട് എന്നിട്ട് ഞങ്ങൾ ഈ ചീവീട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഒച്ച പോകാൻ വേണ്ടി പടക്കമൊക്കെ പൊടിച്ചു. 4 ഒച്ച ഉണ്ടാവും. ഇവിടെ മരങ്ങൾ കുറേ ഉണ്ടായോണ്ട് ഭയങ്കര ശല്യമായിട്ട്. അപ്പം എന്നിട്ട് ഈ ചീവീടിനെ പിടിച്ച് കുപ്പിയിലൊക്കെ ഇട്ടിച്ചിന്. എന്നിട്ട് ഇന്ന് അതിനെ രാവിലെ ഒച്ചയൊക്കെ ഉണ്ടാക്കി പിന്നെ അത് വിട്ടിക്കണം. ഇനി ഒരു കുടുംബസമ്മേളനത്തിൽ പറഞ്ഞോട്ടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കുട്ടികൾ. അപ്പൊ ചോറുന്നല്ലോ ഞാൻ അപ്പൊ ഞങ്ങൾ ചോറുന്നട്ടാ. ഞാനും മീൻ ചോറുന്നിട്ട് ചീവീടിനൊക്കെ കുടുംബം അല്ല പിന്നെ ആ ചീവീട് പോയി ഓരോ കുടുംബത്തിൽ പോയി പറയട്ടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത് ഞാൻ. നമുക്കറിയില്ലേ ചീവീടിന്റെ കാര്യം. അപ്പൊ ഞങ്ങളെ മക്കൾ ഇവിടെ ഇല്ല, ഓലോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഓലോട് പറയാതെ ഞങ്ങള് ഈ മരത്തിന്റെ കൊമ്പൊക്കെ ഞങ്ങൾ ചോദിച്ചേക്കണ്. അപ്പൊ അത് വെട്ടിയിരിക്കട്ടെ. അമ്മ വരുന്നുണ്ട് വെട്ടാൻ. അറബ് കല്ലിട്ടാ എന്താ വെട്ടി കണ്ട നിങ്ങളെ കൂടെ നോക്കണേ. ആ കൊമ്പുകൾ വെട്ട് അയിക്കൂടെ നോക്കിയാ മതി. ഞങ്ങളത് വെട്ടി നോക്കി. അപ്പം പെരും പാല. ഇനിയിപ്പോൾ കുട്ടികൾ വന്നാൽ അതെന്തിനാ വെട്ടി വെച്ചു പോകും. അതായത് 3-4 കൊമ്പൊക്കെ വെട്ടിയാക്കണം അടക്കിട്ടുക. നമ്മളെങ്ങോട്ടമ്മ പോണേ? എൻ്റെ മകൻ്റെ അവിടേക്ക്, മാനുവിൻ്റെ അവിടേക്ക്, എൻ്റെ ആങ്ങളുടെ അവിടേക്ക്. ചായ കുടി കഴിഞ്ഞാ? അങ്ങനെ എനിക്ക് ചായ ചേട്ട പിന്നെ കത്തി ഉണ്ടാക്കിയ അപ്പം ഞങ്ങൾ മാറ്റിങ്ങാണ്ട് ഉമ്മ ചായ കുടിച്ച നേരെ കാത്തിക്കാൻ ഞങ്ങൾ പോവാൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുങ്ങിക്കാണ് വണ്ടി വിളിച്ചിരിക്കണം. അപ്പൊ പെരുമായ പെജ്ജണുണ്ട്. ഓട്ടോറിക്ഷക്കാരൻ വരട്ടെ. അപ്പൊ ഇവിടുന്നാണ് പോവാം അല്ലമ്മ. അല്ല പാടി തന്നാലും നിക്കണ്ട മുഖാന്ന് ഇറക്കിട്ടമ്മ. നമ്മള് മിഞ്ഞാന്ന് അതൊക്കെ അടിച്ചു വരും. നമ്മളിപ്പോ മിഞ്ഞാന്ന് അല്ല നല്ല അടിച്ചു വരിക. മിഞ്ഞാന്ന് 4-ാം നാൾ വരെ മിഞ്ഞാന്ന് അടിച്ചു വാരി ഇതൊക്കെ ഇട്ടളല്ലേ. അതെല്ലാം മുന്നത്തെ വരെ ഈ മുന്നേത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി പീപ്പിൾസില്. നീണ്ടാ എന്നിട്ട് എവിടെ പോണ്? എന്നിട്ട് മുറിയായോ ഇവിടെ? ഇവിടെ മഴല്ലേ. എന്നിട്ടോ കജ്ജും കാലും ഇങ്ങനെ അമർത്തി ഒഴിഞ്ഞു നോക്കിയതേനി. എപ്പോഴാണിത്? രാത്രി. അപ്പൊ നമ്മള് പോവല്ലെന്നാ? വണ്ടി ഇങ്ങോട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പീപ്പിൾസിൽ വന്ന് ഇനി ഞങ്ങള് പോവാണേ പെരീക്കട്ടാ. ഞങ്ങൾക്ക് വണ്ടി വന്നു. ഇറ്റാണ് എന്നെ കാണൂല. ഞങ്ങക്ക് വണ്ടി വന്നു. അപ്പൊ ഞങ്ങള് പോകാണ്. അങ്ങനെ നമ്മള് പെരിയിലെത്തി. അങ്ങനെ പെരിയിലെത്തി. ഇനി ഞങ്ങള് പെരിയിൽ കേറ്റ
കുഴഞ്ഞ് നടന്നു വന്ന് കുഴഞ്ഞിരിക്കണം ഞങ്ങള്. കുഴഞ്ഞാലൊക്കെ നമ്മൾ ബുദ്ധിമുട്ട് കഴിക്കുള്ളൂ. കുഴക്ക് നല്ല കയറ്റം കയറിയല്ലേ, നല്ല കുഴക്കാണ്. അപ്പൊ ഞമ്മള് പീപ്പിൾസ്ക്ക് പോയിനി. പീപ്പിൾസ് ഇപ്പൊ വന്നിട്ടുള്ളൂരമ്മ. നിസ്കരിച്ചു ഞങ്ങള് പൊറാട്ട തിന്നട്ടെ. പൊറാട്ട വാങ്ങിപ്പോന്നു ഞങ്ങള്. പൊറാട്ട പീപ്പിൾസൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്നും തിന്നാലോ. നമ്മൾക്ക് ഇങ്ങോട്ടില്ലോ അങ്ങോട്ടില്ലോ കൂടി വാങ്ങി. പൊറാട്ടയ്ക്കില്ല കറിയൊക്കെ കിട്ടീനല്ലോ. അപ്പൊ ഞങ്ങളത് എടുക്കാതെ ഞങ്ങളത് പീപ്പിൾസിൽ കൊടുത്തിട്ട് ഉമ്മാന്റെ മകന്റെ പെരയാണ് പീപ്പിൾസിൽ. ഞങ്ങളത് ഓൽക്കാടെ കൊടുത്തങ്ങാണ്ട് ഞങ്ങളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചിക്കൻ കറി കൂട്ടി ഞങ്ങൾ പൊറോട്ട തന്നല്ലേ. ഇങ്ങനെ ഇവരെല്ലാരും വന്നു. ഇതൊക്കെ മുന്നേ വണ്ടിന്റെ ഉള്ളിലേക്ക് ഇത് വെക്കുന്നു. അതിനൊക്കെ കഴിഞ്ഞോ? കാറിൽ കയറിട്ടോ തന്നെ പോണ്ട. പിന്നെ ഉറങ്ങി അങ്ങോട്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. മഴ ഉണ്ടോ? ഇല്ലല്ലോ, പോയിട്ടൂടെ മഴ അവിടെ പെയിന്റും ചെയ്യും. മഴ ആയിക്കോട്ടെ. ബൈക്ക് പോയത് കാറിന് പോയത്. മഴ ഉണ്ടാവും വിചാരിച്ചാണ് നമ്മള് കാറിന് പോയത്, ബൈക്ക് എടുക്കാതെ. അപ്പൊ മഴയില്ല. ചോറണ്ടേ ശ്രദ്ധിച്ചു കഴിഞ്ഞോ? അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയപ്പത്തിന് 11:30-12 മണി ടൈമായി. ഇന്നെന്താ എന്ത് വ്ലോഗ് എടുത്ത് എന്തൊക്കെ കൊറേ നിർത്തുക കഴിച്ചാ വരുന്നുണ്ട്. എന്നാലും ഇത് കഴിഞ്ഞു പറഞ്ഞാണ്ട് വ്ലോഗ് മതിയൊക്കെ നമ്മള് തുടങ്ങി വെച്ചപ്പോ ഗൈസ്. അങ്ങനെ നട്ടപ്പാതിരക്ക് നമ്മൾ വ്ലോഗ് മതിയാക്കാൻ പോവാണ്, അവസാനിക്കാൻ പോവുകയാണ്. എല്ലാരും വ്ലോഗൊക്കെ കാണും. ഗൈസ് നമ്മള് വ്ലോഗ് അവസാനിച്ചാൻ പോവാണ്. നല്ല ഉറങ്ങി ക്ഷീണിച്ചിക്കണേ. ഞാനും ഉറക്കത്തിലാണ്. എന്നാ ഗൈസ് നമ്മൾ ഈ വ്ലോഗ് അവസാനിപ്പിക്കാൻ പോവാണ്. ഇവര് ഇതുവരെ നമ്മുടെ ഉറക്കൊഴിച്ച് കാത്തിക്കാണ് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വ്ലോഗ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ഇമ്മ ഉറങ്ങാതെ കാത്തിക്കാണ്. ഇമ്മമ്മ പിന്നെ ഇവരെ കാത്തുന്നിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് ഇമ്മമ്മ കടന്നുറങ്ങി. അപ്പൊ നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കാം. നമുക്ക് ഇനി അടുത്തൊരു നല്ല വ്ലോഗ് ആയിട്ട് കാണാം. അതിലേക്കും അസ്സലാമു അലൈക്കും. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വ്ലോഗ് കാണാം.